ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ ആനുവൽ എക്സാം അഥവാ കൂട്ടുകാരുടെ വാർഷിക പരീക്ഷയ്ക്ക് നിങ്ങളുടെ EVS എന്ന സബ്ജക്റ്റ് അഥവാ നിങ്ങളുടെ പരിസര പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് എക്സാമിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വരിക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം മിസ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മക്കൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും റെഡിയാണല്ലോ. നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. എല്ലാ മക്കളും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ എക്സാമിന് നമുക്ക് എപ്പോഴും ചോദിക്കാവുന്ന അതോടൊപ്പം തന്നെ വളരെ ഈസി ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മിസ് ആദ്യം പറയാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഹാവ് യു ഒബ്സർവ്ഡ് ഇൻ ഫിഷ് ദാറ്റ് ഹെൽപ്പ് ദം ലിവ് ഇൻ വാട്ടർ? എന്താ മക്കളെ ക്വസ്റ്റ്യൻ? മിസ് ആദ്യം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പറയും, അതിനുശേഷം മലയാളത്തിൽ പറയൂ കേട്ടോ. കാര്യം ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലായിരിക്കും നിങ്ങളുടെ EVS എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്കാണെങ്കിൽ മലയാളത്തിലും എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ മിസ് രണ്ടും പറയുന്നുണ്ട്. ആദ്യം ഇംഗ്ലീഷിൽ പറയാം, അതിനുശേഷം മലയാളത്തിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്നുകൂടി കേട്ടെ. വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഹാവ് യു ഒബ്സർവ്ഡ് ഇൻ ഫിഷ് ദാറ്റ് ഹെൽപ്പ് ദം ലിവ് ഇൻ വാട്ടർ? അതായത് മത്സ്യങ്ങൾക്ക്, ഇവിടെ മത്സ്യങ്ങൾക്ക് എന്നുണ്ട് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം പ്രത്യേക സവിശേഷതകളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. എന്താ ക്വസ്റ്റ്യൻ മക്കളെ? മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം പ്രത്യേക സവിശേഷതകളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ആദ്യത്തിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? അവിടെ മിസ് ആ ഒരു ഫിഷിൻ്റെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. ആ ഒരു പിക്ചർ കണ്ടാൽ തന്നെ ഏകദേശം ആ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് മക്കളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ഓർമ്മ കിട്ടിയല്ലോ. എനിക്ക് മിസ് ആൻസർ പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ എന്താ നോക്കിക്കുക മക്കളെ, അതിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെയാണ് അല്ലേ. എന്താണ് അതിൻ്റെ ഷേപ്പ് മക്കളെ? യെസ്, എ ബോട്ട് ലൈക്ക് ഷേപ്പ് ഹെൽപ്സ് ഫിഷ് മൂവ് ത്രൂ വാട്ടർ. അതായത് ബോട്ടിനെ പോലെയുള്ള ശരീരാകൃതി മത്സ്യങ്ങൾക്ക് വെള്ളത്തിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ മക്കളെ. ആ ഒരു പോയിൻ്റ് എഴുതിയാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് മക്കളെ? അതിൻ്റെ ആ ഒരു ഷേപ്പാണ്. ഏതുപോലെയുള്ള ഷേപ്പാണ്? യെസ്, ബോട്ട് ലൈക്ക് ഷേപ്പാണ് അല്ലേ. ആ ഒരു ബോട്ട് ലൈക്ക് ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ, ബോട്ടിനെ പോലെയുള്ള ശരീരാകൃതി ഉള്ളത് കൊണ്ട് തന്നെ മത്സ്യങ്ങൾക്ക് വെള്ളത്തിലൂടെ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു പോയിന്റ് എല്ലാവർക്കും സെറ്റാണല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റിലോട്ട് പോവാം. നോക്കിക്കേ, ഫിൻസ് ഹെൽപ്പ് ദം സ്വിം. അതായത് മീനുകൾക്ക് ചിറകുകളുണ്ടല്ലോ മക്കളെ. ആ ചിറകുകൾ മത്സ്യങ്ങളെ നീന്താനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ ഒരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ 2 ഫീച്ചേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, എ സ്ലൈമി ബോഡി ഹെൽപ്സ് ദം ഗ്ലിറ്റ് അല്ലേ. സ്ലൈമി ബോഡി, അതായത് നിങ്ങൾ ഈ ഫിഷിനൊക്കെ തൊട്ടാൽ അല്ലെങ്കിൽ പിടിച്ചാൽ മക്കൾക്ക് അത് ഫീൽ ചെയ്യും. അതിനെന്താണ്? അതിൻ്റെ ശരീരം എങ്ങനെയാണ് മക്കളെ? ഒരു വഴുവഴുപ്പുള്ള അല്ലേ, ഒരു സ്ലൈമി ആയിട്ടുള്ള ബോഡിയാണ് അതിനുള്ളത് അല്ലേ. ഓക്കെ, അതിനെ എന്തിനെ ഹെൽപ്പ് ചെയ്യും മക്കളെ? വെള്ളത്തിലൂടെ എളുപ്പത്തിൽ ഇങ്ങനെ തെന്നി തെന്നി മൂവ് ചെയ്യാൻ അല്ലേ, അല്ലെങ്കിൽ വഴുതി പോകാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഗിൽസ് ഹെൽപ്പ് ദം ബ്രീത്ത് ഇൻ വാട്ടർ. അതായത് അതിൻ്റെ ചെകിളപ്പൂക്കളില്ലേ മക്കളെ, ചെകിളപ്പൂക്കൾ മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ ശ്വസിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഗിൽസ് ഹെൽപ്പ് ദം ബ്രീത്ത് ഇൻ വാട്ടർ. ചെകിളപ്പൂക്കൾ മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ ശ്വസിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, ടൈറ്റ്ലി അറേഞ്ച്ഡ് സ്കെയിൽസ് പ്രൊട്ടക്ട് ദം ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്. ടൈറ്റ്ലി അറേഞ്ച്ഡ് സ്കെയിൽസ് പ്രൊട്ടക്ട് ദം ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്. അതായത് അങ്ങനെ അതിൻ്റെ ശരീരം നോക്കിയാൽ മക്കൾക്ക് മനസ്സിലാവും. അടുത്തടുത്തായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ചെതുമ്പലുകൾ മത്സ്യങ്ങളെ ചൂടിൽ നിന്നും അതുപോലെ തന്നെ തണുപ്പിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നു അല്ലേ. അതിൻ്റെ മുകളിൽ മക്കൾക്ക് നോക്കിയാൽ ആ ഒരു സ്കെയിൽസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഐസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഹാഡ് ഗിവ് ദം എ വൈഡർ വ്യൂ. അതായത് അതിൻ്റെ തലയുടെ ഇരുവശങ്ങളിലുമുള്ള കണ്ണുകൾ മത്സ്യങ്ങൾക്ക് കൂടുതൽ വിശാലമായിട്ടുള്ള കാഴ്ച നൽകുന്നു അല്ലേ. നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ, ആ ഒരു ഫിഷിൻ്റെ ഹെഡിൽ 2 സൈഡിലും എന്തുണ്ട് മക്കളെ? ഐസ് ഉണ്ട് അല്ലേ, കണ്ണുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇനി മിസ്സ് മറ്റൊരു കാര്യം പറയട്ടെ മക്കളെ, നിങ്ങൾക്ക് എക്സാമിന് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവിടെ 5 മാർക്കിനുള്ള ചോദ്യമായിരിക്കും വരേണ്ടായിരിക്കുക. അപ്പം മക്കൾ ഈ എല്ലാ പോയിൻറ്റ്സും പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതിലുള്ള ഏതെങ്കിലും 5 പോയിൻറ്റ്സ് മക്കൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന 5 പോയിൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, മുഴുവൻ പഠിച്ചിട്ടില്ലെങ്കിലും അതിലെന്ത് ചെയ്യുക, ഒരു പോയിൻ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അധികം പ്രയാസമായിട്ട് തോന്നുന്നൊരു പോയിൻ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഒരു 5 പോയിൻ്റ് മക്കൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 5 പോയിൻറ്റ്സ് എഴുതിയാൽ ഏകദേശം നിങ്ങൾക്ക് 5 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് എൻ്റെ മക്കളെല്ലാവരും എഴുതുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചെറിയ പോയിന്റിലോട്ട് പോകാം. എന്താണ് അഡാപ്റ്റേഷൻ അഥവാ അനുകൂലനം എന്താണ് എന്നുള്ളത് നമ്മളിപ്പം പറഞ്ഞു അല്ലേ, ഫിഷിനെ കുറിച്ച് പറഞ്ഞു, ഫിഷിൻ്റെ അഡാപ്റ്റേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. നോക്കിക്കേ മക്കളെ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം സർവൈവ് ഇൻ their specific environments. Any body features that helps an organism survive in its environment is called adaptation. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് മക്കളെ. നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ തന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരാണെങ്കിൽ ആ ഡെഫിനിഷൻ എഴുതി തന്നെ പഠിച്ചോ. മലയാളം മീഡിയം കൂട്ടുകാരായാലും നന്നായിട്ട് പറഞ്ഞ് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് മക്കളെ അഡാപ്റ്റേഷൻ അഥവാ അനുകൂലനം എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും അവ ജീവിക്കുന്ന പ്രത്യേക പരിസ്ഥിതിയിൽ ജീവിക്കാൻ സഹായിക്കുന്ന ശരീര സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ പരിസ്ഥിതിയിൽ ജീവിക്കാൻ സഹായിക്കുന്ന ഏതൊരു ശരീര സവിശേഷതയെയും അനുകൂലനം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ ഫിഷിൻ്റെ അനുകൂലനങ്ങൾ പറഞ്ഞു അല്ലേ. ഏതൊരു ജീവിക്കും അതിൻ്റെ പരിസ്ഥിതിയിൽ ജീവിക്കാൻ സഹായിക്കുന്ന ശരീര സവിശേഷതകൾ അതിനുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനുകൂലനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വാട്ടർ ലില്ലിയുടെ അനുകൂലനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രോഗിൻ്റെത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ മക്കളൊന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ മക്കളെ, ക്ലിയർ? ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തോട്ട് പോകാം. കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ, അതായത് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മിസ് അവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്, മക്കൾ അത് മാത്രം പഠിച്ചാൽ മതി. എന്താണ് മക്കളെ? ആനിമൽസ് ലിവ് ഓൺ ലാൻഡ്, അതായത് കരയിൽ ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നും, അതുപോലെ ആനിമൽസ് ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്നവർ ആരൊക്കെയാണെന്നുള്ളതും, അതുപോലെ ആനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളുടെ പേര്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഇതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്ന് EVS ആണ് ക്ലാസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കണ്ടൻറ് ഉണ്ട് കേട്ടോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ. അപ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് മാത്രം മക്കൾക്ക് EVSൽ ഈ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, അടുത്ത ദിവസം 1-2 ദിവസം കൂടി എടുത്തിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കംപ്ലീറ്റ് നോട്ടുകൾ എന്ത് ചെയ്യുക, മക്കൾ പഠിച്ചിരിക്കുക. അത് പഠിച്ചാൽ മിസ് ഉറപ്പായിട്ടും പറയുകയാണ് നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് മാത്രം പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇനി അടുത്തൊരു ക്ലാസ് കൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആനിമൽസ് ലിവ് ഓൺ ലാൻഡിലെ കരയിൽ ജീവിക്കുന്നവ ആരൊക്കെയാണ് മക്കളെ? ലയൺ അല്ലേ, സിംഹം, കൗ പശു, ഗോട്ട് ആട്, ഡീർ മാൻ, ഡോഗ് നായ അല്ലേ. ഇവയൊക്കെ എന്താണ് മക്കളെ? കരയിൽ ജീവിക്കുന്നവരാണ്. അടുത്തത് നോക്കിക്കുക മക്കളെ, ആനിമൽസ് ലിവ് ഇൻ വാട്ടർ, ഫിഷ് അല്ലേ, മത്സ്യം, വെയിൽ തിമിംഗലം, ഡോൾഫിൻ, അതുപോലെ പ്രോൺസ് അല്ലേ, അതായത് നമ്മുടെ ചെമ്മീൻ അല്ലേ, അതൊക്കെ മക്കൾക്ക് എഴുതാം. ദെൻ നെക്സ്റ്റ് ആനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയാണ്. ഒന്ന് ക്രാബ് അല്ലേ, നമ്മുടെ ഞണ്ട്, പിന്നെ ടോട്ടോയിസ് ആമ, അതുപോലെ ക്രോക്കഡൈൽ മുതല, ഫ്രോഗ് തവള. ഇവരെന്താണ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത് അല്ലേ. ഇതൊരു പക്ഷേ എല്ലാ കൂട്ടുകാർക്കും ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരിക്കും. കാര്യം നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ വേഗം മക്കൾ പഠിച്ചോളുക കേട്ടോ. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർക്ക് അടുത്ത അധ്യയന വർഷം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ദാ ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. മന്ത്ലി വെറും 100 രൂപ മാത്രമേ നിങ്ങളുടെ ട്യൂഷന് ഫ്രീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകളല്ല, നിങ്ങളുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ, അതായത് മറ്റുള്ളവരോട് സംസാരിക്കാനും ഇംഗ്ലീഷ് നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാണ് കൂട്ടുകാർക്ക് താല്പര്യമെങ്കിലും അതും നമ്മൾ
മന്ത്ലി വെറും 100 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. ഇനി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇംഗ്ലീഷും മലയാളവും മാത്സിൻ്റെ എല്ലാം ബേസ് നമ്മൾ ഈ വെക്കേഷൻ ക്ലാസ്സുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുറച്ച് ബേർഡ്സും അതുപോലെ തന്നെ അവയുടെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതും, പക്ഷികളും അതുപോലെ തന്നെ അവ കഴിക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അത് മക്കൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഫസ്റ്റ് വൺ നോക്കിക്കുക, പാരറ്റാണ്, തത്തയാണ്. തത്തയുടെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കിക്കുക മക്കളെ, ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, സീഡ്സ്, ദെൻ വെജിറ്റബിൾസ് അല്ലേ, അതായത് ധാന്യങ്ങൾ, പഴങ്ങൾ, കുരുക്കൾ, വിത്തുകൾ, പച്ചക്കറികളൊക്കെയാണ് തത്തയുടെ ആഹാരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കിങ് ഫിഷർ ആണല്ലേ, നമ്മൾ മീൻ കൊത്തി അല്ലെങ്കിൽ പൊന്മാൻ എന്നൊക്കെ പറയും. അവയുടെ ആഹാരം എന്തൊക്കെയാണ് മക്കളെ, ഫിഷ്, ഫ്രോഗ്, ഇൻസെക്റ്റ്, സ്മാൾ റെപ്റ്റൈൽസ്, അതുപോലെ തന്നെ റോഡൻസ് അല്ലേ. എന്തൊക്കെയാണ് മക്കളെ, മീൻ, തവള, കീടങ്ങൾ അല്ലേ, ചെറിയ ഉരകങ്ങൾ, എലികളൊക്കെയാണ് ഈ കിങ് ഫിഷറിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് അല്ലേ. അടുത്ത നോക്കിക്കുക മക്കളെ, കൈറ്റാണ്, അതായത് പരുന്താണ്. ഏതൊക്കെയാണ്, റോഡൻസ്, ഫിഷ്, സ്നേക്ക്, ലിസാർഡ്, സ്മോൾ ബേർഡ്സ് ഒക്കെയാണ് പരുന്തിൻ്റെ ഫുഡ് എന്ന് പറയുന്നത്. അതായത് എലികൾ, മീൻ, പാമ്പ്, പല്ല്, അതുപോലെ ചെറിയ പക്ഷികളൊക്കെ ആര് കഴിക്കും മക്കളെ, പരുന്ത് കഴിക്കും അല്ലേ. അതിനടുത്തത് ക്രോയാണ്, കാക്ക. ഗ്രെയിൻസ്, സീഡ്സ്, നട്ട്സ്, ഇൻസെക്ട്സ്, അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റൊക്കെ ആര് കഴിക്കും, കാക്ക കഴിക്കും അല്ലേ. ധാന്യങ്ങൾ, വിത്തുകൾ, കുരുക്കൾ, കീടങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ കാക്ക കഴിക്കും. അടുത്തത് ഔളാണ്, അതായത് മൂങ്ങയാണ്. റോഡൻസ്, സ്മോൾ ബേർഡ്സ്, ലിസാർഡ്, ഇൻസെക്ട്സ് അല്ലേ, അതായത് എലികൾ, ചെറിയ പക്ഷികൾ, പല്ലികൾ, കീടങ്ങൾ, ഇവയെല്ലാം മൂങ്ങ കഴിക്കുന്നതാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് പീജിയൻ ആണ്, അതായത് നമ്മുടെ പ്രാവ്. എന്തൊക്കെ കഴിക്കും മക്കളെ, ഗ്രെയിൻസ്, സീഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലേ, ധാന്യങ്ങൾ, വിത്തുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇവയെല്ലാം ആര് കഴിക്കും, പ്രാവ് കഴിക്കും. അപ്പോൾ ഇത് മക്കൾ ഓർത്തിരുന്നു കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു ടേബിളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ കുറേയൊക്കെ മക്കൾക്ക് അറിയാവുന്നതായിരിക്കും, എങ്കിലും ചില ബേർഡ്സിൻ്റെയൊക്കെ കഴിക്കാവുന്ന ആഹാരങ്ങളിൽ ചിലതൊക്കെ മക്കൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും അല്ലേ. ഈ റെപ്റ്റൈൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം പേരുകളൊക്കെ ഓർത്ത് വെക്കുക. ഈ ഗ്രെയിൻസും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കഴിക്കുന്നത് മക്കൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ സംശയമുള്ള ഭാഗം മാത്രം എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തോട്ട് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എക്സാമിന് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ആർ ബേർഡ്സ് ബെനിഫിഷ്യൽ ടു ദി എൻവിറോൺമെൻറ്റ്, അതായത് പക്ഷികൾ പരിസ്ഥിതിക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു, എങ്ങനെയാണ് മക്കളെ. ഫസ്റ്റ് വൺ ആണ് സീഡ് ഡിസ്പേഴ്സൽ, അതായത് വിത്ത് വിതരണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ പക്ഷികൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ, ഇപ്പോൾ നമ്മുടെ പേരക്ക പോലെയുള്ള എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ കൊത്തിയിട്ട് എന്ത് ചെയ്യും, വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നൊക്കെ കഴിക്കും. അതിൻ്റെ കുരുവൊക്കെ എന്ത് ചെയ്യും, സീഡൊക്കെ താഴെ വീണ് അവിടെ എന്തുണ്ടാവും മക്കളെ, പുതിയൊരു ട്രീ ഉണ്ടാവും അല്ലേ. അങ്ങനെ വിത്ത് വിതരണത്തിനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ഈ ബേർഡ്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ ദേ ഈറ്റ് ഇൻസെക്റ്റിൽ, അവ എന്ത് ചെയ്യുന്നുണ്ട്, കീടങ്ങളെയൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലേ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ കീടങ്ങളെയൊക്കെ തിന്നുന്നത് അല്ലേ. ഓക്കെ, ദെൻ ദേ ക്ലീൻ അപ്പ് ദി എൻവിറോൺമെൻറ്റ്, അവ എന്ത് ചെയ്യുന്നുണ്ട്, പരിസ്ഥിതി വൃത്തിയാക്കുന്നുണ്ട്, നമ്മുടെ പരിസരം എന്ത് ചെയ്യുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാക്ക പോലെയുള്ള പക്ഷികളൊക്കെ നമ്മുടെ പരിസരം കൊത്തി വൃത്തിയാക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതുപോലെ ദേ പോളിനേറ്റ് ഫ്ലവേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പൂക്കളുടെ പരാഗണം നടത്തുന്നു. അതായത് ഈ നമ്മുടെ തേൻ കുരുവി എന്നൊക്കെ പറയില്ല മക്കളെ, ഇങ്ങനെ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നതൊക്കെ കിളികളില്ലേ, അവയൊക്കെ പൂക്കളിൽ വന്നിരിക്കുന്ന സമയത്ത് അവയുടെ കാലിലൊക്കെ എന്ത് ചെയ്യും, പൂമ്പൊടി പറ്റിയിട്ട് അത് ചെന്ന് വേറെ പൂവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്ത് നടക്കുന്നുണ്ട്, പരാഗണം നടക്കൂലേ. അത് കൂടുതൽ പൂക്കൾ വിരിയാനും കായ ഉണ്ടാക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്, അത് നമ്മുടെ എൻവിറോൺമെൻറ്റ് നൽകുന്ന വലിയൊരു ഉപകാരമാണ് അല്ലേ, ഒരു ബെനിഫിറ്റാണ്. അപ്പം ദേ പോളിനേറ്റ് ഫ്ലവേഴ്സ്, പൂക്കളുടെ പരാഗണം നടത്താനായിട്ട് അവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ദേ മെയിൻറ്റെയിൻ ബാലൻസ് ഇൻ നേച്ചർ അല്ലേ, നമ്മുടെ പ്രകൃതിയിലൊരു സന്തുലിതാവസ്ഥ കേട്ടോ. എന്താണ്, സന്തുലിതാവസ്ഥ നിലനിർത്തുന്നുണ്ട്, സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് അവ സഹായിക്കുന്നുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ എന്തൊക്കെയാണ്, സീഡ് ഡിസ്പേഴ്സൽ, ദേ ഈറ്റ് ഇൻസെക്ട്സ്, ദേ ക്ലീൻ അപ്പ് ദി എൻവിറോൺമെൻറ്റ്, ദേ പോളിനേറ്റ് ഫ്ലവേഴ്സ്, ദേ മെയിൻറ്റെയിൻ ബാലൻസ് ഇൻ നേച്ചർ അല്ലേ. വിത്ത് വിതരണം, കീടങ്ങളെ തിന്നുന്നു, പരിസരം വൃത്തിയാക്കാൻ സഹായിക്കുന്നു, പൂക്കളുടെ പരാഗണം, അതുപോലെ പ്രകൃതിയിൽ സന്തുലനാവസ്ഥ നിലനിർത്തുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ,
ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. അത് നമുക്ക് വൺ വേർഡൊക്കെ ആയിട്ട്, അതായത് ഒരു മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ബേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളൂ, മലയാളത്തിൽ മിസ് പറയാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് ഈസ് ദി ലാർജസ്റ്റ് ബേർഡ്? വലിയ പക്ഷി ഏതാ മക്കളെ? ഓസ്ട്രിച്ച്, നമ്മുടെ ഒട്ടകപ്പക്ഷി. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. വിച്ച് ബേർഡ് ക്യാൻ ഫ്ലൈ ബാക്ക്വേർഡ്? അതായത് പിറകോട്ട് പറക്കാൻ പറ്റുന്ന പക്ഷി ഏതാണ് മക്കളെ? യെസ്, നമ്മുടെ ഹമ്മിങ് ബേർഡ് ആണ് അല്ലേ. വിച്ച് ബേർഡ് ക്യാൻ ഫ്ലൈ ബാക്ക്വേർഡ് അല്ലേ, പിറകോട്ട് പറക്കാൻ പറ്റുന്ന പക്ഷി ഹമ്മിങ് ബേർഡ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. വിച്ച് ഈസ് ദി ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്? എന്താണ് മക്കളെ? വിച്ച് ഈസ് ദി ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്? റെപ്റ്റൈൽസ്, ഗ്രിഫോൺ, വൾച്ചർ. വൾച്ചർ അതായത് നമ്മുടെ കഴുകനാണ് കേട്ടോ. ഒരു കഴുകൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് അത്, മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. വിച്ച് ബേർഡ് ഡു നോട്ട് ഫ്ലൈ? അതായത് പറക്കാൻ കഴിയാത്ത പക്ഷി. അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, 4 ആൻസേഴ്സ് ഉണ്ട്, ഓപ്ഷൻസ് അല്ല. പെൻഗ്വിന്, അതുപോലെ ഓസ്ട്രിച്ച്, എമു, കിവി കേട്ടോ. ഇവയ്ക്ക് എന്താണ്? പറക്കാൻ പറ്റാത്തവയിൽ പെടുന്നതാണ്. ദെൻ നെക്സ്റ്റ്, വിച്ച് ഈസ് ദി സ്മോളസ്റ്റ് ആനിമൽ? സ്മോളസ്റ്റ് ബേർഡ് ഏതാണ്? ഹമ്മിങ് ബേർഡ്. അപ്പോൾ ഹമ്മിങ് ബേർഡിന് 2 ക്വസ്റ്റ്യൻസ് വന്നു അല്ലേ, ബാക്ക്വേർഡായിട്ട് പുറകോട്ട് പറക്കുന്നതും അതുപോലെ തന്നെ സ്മോളസ്റ്റ് ബേർഡ് ഏതാണെന്നുള്ളതും ഹമ്മിങ് ബേർഡ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഓർത്തിരുന്നു. നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബേർഡ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് വണ്ണിലോട്ട് പോവാം. വെഹിക്കിൾസ്, അതുപോലെ തന്നെ അവ സഞ്ചരിക്കുന്നത് ഏതിലെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ യൂസ് എന്താ എന്നുള്ളതും നമുക്കറിയാം. വെഹിക്കിൾസ്, വാഹനങ്ങൾ പൊതുവേ നമുക്കറിയാം അല്ലേ. കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ വായുവിലൂടെ സഞ്ചരിക്കുന്ന അല്ലേ, ത്രൂ എയറിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞ ഈ ഒരു ടേബിളിൽ, അതാണ് വെഹിക്കിൾസിൻ്റെ പേര്. അതുപോലെ തന്നെ അതെങ്ങനെയാണ് മൂവ് ചെയ്യുക, അതായത് ഇതിലൂടെയാണ് സഞ്ചരിക്കുക, റോഡിലൂടെയാണോ, വെള്ളത്തിലൂടെയാണോ, ആകാശത്തിലൂടെയാണോ. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു കാര്യം നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ യൂസ്, ഉപയോഗം എന്താ എന്നുള്ളതും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വെഹിക്കിൾ ഏതാ മക്കളെ? കാറാണ് അല്ലേ, കാറാണ്. അതെങ്ങനെയാണ്? വേർ ഡു ദേ മൂവ്? എവിടെയാണ് അത് സഞ്ചരിക്കുന്നത്? ബൈ റോഡ് അല്ലേ, റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ യൂസ് എന്താണ് മക്കളെ? ഉപയോഗം എന്താണ്? ടു ട്രാവൽ ആണ് അല്ലേ, നമുക്ക് യാത്ര ചെയ്യാനാണ് കാർ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലോറിയാണ്. ലോറി നമ്മുടെ ബൈ റോഡാണ് അല്ലേ, റോഡിലൂടെയാണ് പോവുക. എന്തിനാണ്? ടു ബ്രിങ് കാർഗോ ഓർ ഗൂഡ്സിൽ, അതായത് ചരക്കുകളൊക്കെ കൊണ്ടുപോകാൻ, സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനാണ് അതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? എയ്റോപ്ലെയിൻ ആണ്. അത് ഇതിലൂടെയാണ് സഞ്ചരിക്കുക? ഇൻ ദി എയർ ആണ് അല്ലേ, അതായത് ആകാശത്തിലൂടെ അല്ലെങ്കിൽ വായുവിലൂടെ സഞ്ചരിക്കുന്നതാണ് വിമാനം എന്ന് പറയുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ട്രാവൽ അല്ലേ, യാത്ര ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഷിപ്പാണ് അല്ലേ, കപ്പലാണ്. അത് എവിടെയാണ്? ഇൻ വാട്ടറാണ്, വെള്ളത്തിലൂടെയാണ്. എന്തിനാണ് അത് യൂസ് ചെയ്യുക? ടു ക്യാരി പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ് അല്ലേ, അതായത് യാത്രക്കാരെയും അതോടൊപ്പം തന്നെ ചരക്കുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കുക മക്കളെ. ട്രെയിൻ ആണ് അല്ലേ, ട്രെയിൻ ഏതിലൂടെയാണ് സഞ്ചരിക്കുക? ഓൺ റെയിൽവേ ട്രാക്ക് അല്ലേ, റെയിൽ പാളത്തിലൂടെയാണ് സഞ്ചരിക്കുക. നമ്മൾ എന്തിനു യൂസ് ചെയ്യും? ടു ട്രാവൽ ആൻഡ് ക്യാരി ഗുഡ്സ് അല്ലേ, അതായത് നമ്മൾ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ചരക്കുകൾ കൊണ്ടുപോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? ബൈസിക്കിളാണ്. എങ്ങനെയാണ് പോവുക? ബൈ റോഡ് അല്ലേ, റോഡിലൂടെയാണ് പോവുക. ടു ട്രാവൽ ഷോർട്ട് ഡിസ്റ്റൻസ്, അതായത് ചെറിയ ദൂരം സഞ്ചരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? നമ്മൾ ബൈസിക്കിൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇത് ഈ ഒരു ടേബിൾ മക്കൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക മക്കൾ വായിച്ചു വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ എ ടേബിൾ ഓഫ് മോഡേൺ ഡിവൈസസ് ദാറ്റ് വി യൂസ് ഇൻ അവർ ഹൗസസ് ടു മേക്ക് അവർ വർക്ക് ഈസിയർ. അതായത് നമ്മുടെ വീടുകളിൽ ജോലി എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന ആധുനിക ഉപകരണങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്താണ്? മോഡേൺ ഡിവൈസിനെ കുറിച്ചിട്ട് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം അപ്ലയൻസസ് എന്ന് പറയുന്നൊരു കോളമിൽ, അതായത് ഉപകരണങ്ങൾ എന്ന് പറയുന്ന കോളം, പിന്നെ അതിൻ്റെ യൂസിൽ, അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നൊരു കോളമാണ് തന്നിട്ടുള്ളത്. നോക്കിക്കുക മക്കളെ, അപ്ലയൻസസിൽ, ഉപകരണത്തിൽ ആദ്യം നമ്മൾ ഫാനാണ് അല്ലേ. അതിൻ്റെ യൂസേജ് എന്താ മക്കളെ? യൂസ് ടു സർക്കുലേറ്റ് എയർ ആൻഡ് കീപ്പ് റൂം കൂൾ അല്ലേ, അതായത് വായു നമ്മുടെ റൂമിലൂടെ അല്ലേ, മുറിയിലൂടെയൊക്കെ സഞ്ചരിപ്പിച്ചിട്ട് നമ്മുടെ മുറി എന്ത് ചെയ്യാൻ? തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് ഗ്യാസ് സ്റ്റൗ ആണ്, ഗ്യാസ് അടുപ്പാണ്.
ആണ്. എന്തിനാണ്? യൂസ്ഡ് ടു കുക്ക് ഫുഡ്, അതായത് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനായിട്ടാണ് ആ ഒരു ഗ്യാസ് സ്റ്റൗ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഫ്രിഡ്ജ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ അല്ലേ. ഫ്രിഡ്ജ് എന്തിനാണ്? യൂസ്ഡ് ടു കീപ് ഫുഡ് ഫ്രഷ് ആൻഡ് കൂൾ അല്ലേ. ഭക്ഷണം നല്ല തണുപ്പായിട്ട് സൂക്ഷിക്കാൻ, അതുപോലെ തന്നെ കേട് വരാതെ എപ്പോഴും ഫ്രഷ് ആയിട്ടൊക്കെ സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അടുത്തത് എയർ കണ്ടീഷണറാണ്, അഥവാ AC എന്ന് നമ്മൾ പറയില്ലേ. എന്തിനാണ്? യൂസ് ടു കീപ്പ് റൂം കൂൾ അല്ലേ, നമ്മുടെ മുറി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് വാട്ടർ പ്യൂരിഫയർ ആണ് അല്ലേ. വാട്ടർ പ്യൂരിഫയർ എന്തിനാണ് മക്കളെ? റിമൂവ്സ് ഇംപ്യൂരിറ്റീസ് ഫ്രം വാട്ടർ ടു മേക്ക് ഇറ്റ് സേഫ് ഫോർ ഡ്രിങ്ക്, അതായത് വെള്ളത്തിലുള്ള അശുദ്ധികളൊക്കെ നീക്കിയിട്ട് അത് നമുക്ക് കുടിക്കാൻ സുരക്ഷിതമാക്കും അല്ലേ. അതായത് അതിലെന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യുക, അതിനൊക്കെ അത് റിമൂവ് ചെയ്യൂല, എന്നിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ അത് ആക്കും. അടുത്തതാണ് ഗ്രൈൻഡറിൽ. എന്തിനാണ്? യൂസ് ടു ഗ്രേറ്റ് ഫുഡ് ഐറ്റംസ്, അതായത് ഭക്ഷണ സാധനങ്ങളൊക്കെ അരയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൈൻഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മക്കളൊന്ന് വായിച്ച് വെച്ചാൽ മതി, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. നോക്കിയിരിക്കുക മക്കളെ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതുപോലെ തന്നെ ടൈറ്റിൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. അതിൽ ഫസ്റ്റ് വൺ എന്താണ് വരുന്നത്? നമുക്ക് മലയാളം മീഡിയംകാരുടേതോട് പറയാൻ. നോക്കിക്കേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതിൻ്റെ ഭരണത്തലവനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്താണ്? പഞ്ചായത്താണ്. പഞ്ചായത്തിൽ ആരാണ് മക്കളെ തലവൻ വരുന്നത്? പ്രസിഡൻ്റ് ആണ്. പഞ്ചായത്തിൽ പ്രസിഡൻറ്റ്. ദെൻ നെക്സ്റ്റ് മുനിസിപ്പാലിറ്റി ആണ്, അവിടെ ആരാണ്? ചെയർപേഴ്സൺ ആണ്. ദെൻ കോർപ്പറേഷൻ ആണെങ്കിൽ ആരാണ് വരുന്നത്? മേയറാണ് വരുന്നത് കേട്ടോ. നോക്കിക്കേ, പഞ്ചായത്തിൽ പ്രസിഡൻറ്റ്, മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സണ്, മുനിസിപ്പൽ കോർപ്പറേഷനിൽ മേയർ. അത് മക്കൾ ഓർത്തിരുന്നോ? ഈ ഭരണത്തലവന്മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അവിടുത്തെ തലവന്മാരാരാ എന്നുള്ളത് മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒന്ന് സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചിരുന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. നമുക്ക് മറ്റൊരു ചെറിയൊരു ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ മക്കളെ, സാൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, അതിനെക്കുറിച്ച് മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട് ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചൊരു മിസ് ചെറിയൊരു നോട്ട് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മക്കൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക കേട്ടോ. നോക്കിക്കേ മക്കളെ, The Salt Satyagraha was an important event in India's freedom struggle. The British made a law that people could not make or collect salt. If anyone broke the law, they could go to jail. Gandhi decided to protest against this tax. On March 12, he led a march from Sabarmati Ashram to Dandi. Gandhi and his followers broke the salt law to show their protest against ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? സാൾട്ട് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫ്രീഡം സ്ട്രഗിൾ ആണ് അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മക്കളെ? ഉപ്പ് കുറുക്കുന്നതിൻ്റെ മേലെ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഉപ്പ് കുറുക്കാനും അത് കളക്ട് ചെയ്യാനും ഒന്നും പറ്റാണ്ടായി അല്ലേ. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആരെങ്കിലും അതിനെതിരെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ജയിലിൽ കൊണ്ടിടുന്നതായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അപ്പം ഗാന്ധിജിയും അതുപോലെ തന്നെ ഗാന്ധിജിൻ്റെ കുറേ ഫോളോവേഴ്സൊക്കെ എന്ത് ചെയ്തു? അതിനെതിരായിട്ട് മാർച്ച് 12 എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? സബർമതി ആശ്രമം മുതൽ ദണ്ഡിക്കടപ്പുറം വരെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അവരുടെ ആ ഒരു എതിർപ്പ് അറിയിക്കാനായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് എന്ത്? ഉപ്പു സത്യാഗ്രഹം എന്ന് പറയുന്നതിൽ. അപ്പം മക്കളത് ഓർത്തിരിക്കട്ടെ. അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഭാഗമൊക്കെ മക്കൾ ഓർത്ത് വെക്കുക. ചിലപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് എഴുതാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് മക്കളൊന്ന് അറിഞ്ഞു വെക്കുക. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അത് നമുക്ക് ഇനിയും എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതും കൂടി മിസ് ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ മക്കൾ പഠിച്ചിരിക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും മക്കൾ എല്ലാവരും ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക? നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.